ഹായ് ഫ്രണ്ട്സ്, രൂപേഷ് ടെക്സ് ഓൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ശരിക്കും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഗൂഗിൾ ഡ്രൈവ് അതുപോലെ തന്നെ ക്ലൗഡ് സെർവറുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലുകൾ അവർ വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് മാത്രമാണ് അവർ സേവ് ചെയ്ത് വയ്ക്കുന്നത്. കറക്റ്റ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഇതുപോലെ പറ്റിക്കപ്പെടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ ഈ മൊബൈൽ ഫോണിലെ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് തെളിവ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്, കുറച്ച് മുമ്പ് നമ്മളൊരു DJ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇതുപോലെ ഫോളോ ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഈ ഒരു നെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവുകയാണ് വേണ്ടത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നില്ല. കാരണം അവർ ഇതേപോലെ ഒരു എഴുത്താണ് നമുക്ക് വരുന്നത്. ഇത് ബാൻ ചെയ്തത് കൊണ്ട് നമ്മുടെ കണക്ഷനും കാര്യങ്ങളും ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്തത് കൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഫോട്ടോസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ കറക്റ്റായിട്ട് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമാണിത്. താഴെ കാണുന്ന ഓപ്പൺ ഇൻ ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് എന്താണ് ഇതിൻ്റെ റീസൺ, അതുപോലെ തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ക്രോം ബ്രൗസർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ഡൗൺലോഡിൻ്റെ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് കുറച്ച് എഴുത്തുകളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ വൈറസുകൾ നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നു എന്നാണ് അവർ പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മൾ ഈ ഒരു ഫോട്ടോസ്, ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് കാര്യങ്ങളിലൊക്കെ സേവ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ പ്രൈവസി കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാതിരിക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റ് ഇവർ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ ഇവർ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ സ്വയം റിസ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഗൂഗിൾ ഡ്രൈവിൻ്റെ ആ ഒരു ഫ്രണ്ട് വിൻഡോയിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൈവസി കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് വെക്കുക, ഏതൊരു ക്ലൗഡ് സെർവറിലാണെന്നുണ്ടെങ്കിലും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായി ഡൗൺലോഡ് എനിവേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എഗെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സൈസും കാര്യങ്ങളെല്ലാം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫയലും കാര്യങ്ങളൊന്നും അവർക്ക് മിസ്സായിട്ടൊന്നുമില്ല. ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ശരിയായ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നഷ്ടം വരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫയൽ കാര്യങ്ങൾ അവർ പരിശോധിക്കാൻ പാടില്ല ശരിക്ക്. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. തുടർന്ന് ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക.